Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 30 ചൊവ്വാഴ്ച. 4 p.m. ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ്, കുടുംബാംഗങ്ങളുടെ റെസിഡൻസി പെർമിറ്റ് എന്നിവയുടെ ഫീസ് ഘടനയിൽ അടുത്ത 4 വർഷത്തിനിടെ ഘട്ടം ഘട്ടമായി വർധനവ് നടപ്പിലാക്കുന്നു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ശുപാർശ ചെയ്ത ഈ പരിഷ്കാരത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പുതിയ നിയമപ്രകാരം വാർഷിക ഇഷ്യൂ ഓർ പുതുക്കൽ ഫീസ് 2026 ജനുവരി മുതൽ 105 ദിനാറായി ഉയരും. ഇത് 2027 111, 2028 118, 2029 125 എന്നിങ്ങനെ വർദ്ധിക്കും. പ്രതിമാസ ഫീസുകളിലും മാറ്റമുണ്ട്. ആദ്യ 5 തൊഴിലാളികൾക്ക് ഓരോരുത്തർക്കും 2026 7.5 ദിനാർ വീതവും 2029 ഇത് 30 ദിനാറായും ഉയരും. 5-ൽ കൂടുതൽ തൊഴിലാളികളുള്ളവർക്ക് 2026 12.5 ദിനാറും 2029 30 ദിനാറുമായിരിക്കും നിരക്ക്. തൊഴിൽ വിപണി കാര്യക്ഷമമാക്കാനും സാമ്പത്തിക പദ്ധതികൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ ഭേദഗതി ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. ബഹ്റൈനിൽ പുതുക്കിയ ഇന്ധന നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സമിതിയുടെ യോഗത്തിന് പിന്നാലെയാണ് പുതിയ ഇന്ധന വിലകൾ പ്രഖ്യാപിച്ചത്. പുതിയ വിലപ്രകാരം ലിറ്ററിന് സൂപ്പർ 98 പെട്രോളിന് 265 ഫിൽസും, പ്രീമിയം 95-ന് 235 ഫിൽസും, റെഗുലർ 91-ന് 220 ഫിൽസുമായിരിക്കും. ഡീസലിൻ്റെ വില ലിറ്ററിന് 200 ഫിൽസായി നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം ബഹ്റിൻ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിട്ടുള്ള ഡീസൽ സബ്സിഡിയിൽ മാറ്റമുണ്ടാകില്ലെന്നും അത് തുടരുമെന്നും സമിതി വ്യക്തമാക്കി. ബഹ്റിനിലെ ബുസൈത്തിനിൽ ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ പാലത്തെയും അവന്യൂ 105-നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ ഫ്ലൈ ഓവർ ഗതാഗതത്തിനായി തുറന്നു. ബഹ്റിൻ വർക്ക്സ് മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമായതോടെ 2 മേഖലകളിലേക്കുമുള്ള വാഹന ഗതാഗതം കൂടുതൽ സുഗമമാകും. എയർപോർട്ട് അവന്യൂവിൽ നിലവിലുള്ള കടുത്ത ഗതാഗതക്കുരുക്കിന് ഇതോടെ വലിയ പരിഹാരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നഗരത്തിലെ യാത്രാസമയം കുറയ്ക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി നടപ്പിലാക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ബഹ്റിൻ സംഘടിപ്പിച്ച ഫേബർ കാസ്റ്റിൽ സ്പെക്ട്ര കലണ്ടർ 2026 പുറത്തിറക്കി. ഇന്ത്യൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസും ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരനും ചേർന്നാണ് കലണ്ടറുകൾ പ്രകാശനം ചെയ്തത്. ആർട്ട് കാർണിവലിലെ വിവിധ ഭാഗങ്ങളിലെ വിജയികളുടെ കലാസൃഷ്ടികളാണ് വാൾ കലണ്ടറിലും ഡെസ്ക് കലണ്ടറിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 3000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ബഹ്റിനിലെ ഏറ്റവും വലിയ കലാമത്സരത്തിൻ്റെ 17ാമത് പതിപ്പായിരുന്നു ഇത്. ഫേബർ കാസ്റ്റൽ കൺട്രി ഹെഡ് അബ്ദുൽ ഷുക്കൂർ മുഹമ്മദ്, മലബാർ ഗോൾഡ് റീജിയണൽ മാർക്കറ്റിംഗ് ഹെഡ് മുഹമ്മദ് ഹംദാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ICF സംഘടിപ്പിക്കുന്ന സന്ദേശ പ്രചരണ ക്യാമ്പയിൻ്റെ സൽമാബാദ് സെൻട്രൽ തല വിളംബരം നടന്നു. ICF ബഹ്റിൻ നാഷണൽ പ്രസിഡന്റ് KK അബൂബക്കർ ലത്തീഫി വിളംബരം നിർവഹിച്ചു. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ജനുവരി 1 മുതൽ ഫെബ്രുവരി 10 വരെയാണ് ക്യാമ്പയിൻ നടക്കുക.
ഇതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ 33-അംഗ ടീമിനെ തെരഞ്ഞെടുത്തു. സൽമാബാദ് സുന്നി സെന്ററിൽ നടന്ന കൺവെൻഷൻ നാഷണൽ സെക്രട്ടറി നൌഫൽ മയ്യേരി ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ കൂരിക്കുഴി ചെയർമാനായും VPK മുഹമ്മദ് വടകര ജനറൽ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. അൽ ഫുർഖാൻ സെന്റർ സാമൂഹിക ക്ഷേമ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൽമാനിയ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 1 രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ സൽമാനിയ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലാണ് രക്തദാനം നടക്കുക. താൽപ്പര്യമുള്ളവർ 39223848, 33102646, 39545672 എന്നീ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടണം. എല്ലാ വർഷവും ജനുവരി 1-നും മുഹറം 1-നും അൽ ഫുർഖാൻ സെന്റർ മുടങ്ങാതെ രക്തദാന ക്യാമ്പുകൾ നടത്തിവരുന്നു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.